നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ മുഹമ്മദ് ഹനീഷിനെതിരെ വീണ്ടും ഹൈക്കോടതി. തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണമെന്നും ഇല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുമാണ് കോടതി മുന്നറിയിപ്പ് നൽകിയത്. കേസിൽ മുഹമ്മദ് ഹനീഷിനോട് നേരിട്ട് ഹാജരാകണമെന്ന് കടുപ്പിച്ച് തന്നെയാണ് കോടതി ഇത്തവണ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹാജരാകാൻ പറഞ്ഞിട്ടും ഹനീഷ് എത്തിയില്ല. ബഡ്ജറ്റിന്റെ തിരക്കിലാണെന്നായിരുന്നു കോടതിയിൽ ഹനീഷ് അറിയിച്ചത്. പ്രതികൾക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ അനുമതിയിൽ ഇനി സമയം അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. തന്ത്രങ്ങൾ കോടതിയോട് വേണ്ടെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച ഹാജരാകണം, ഇല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടേണ്ടി വരും. ജൂലൈ 9 പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്നും നിർദ്ദേശം നൽകി. ഇനി സമയം അനുവദിക്കാനാവില്ല. പ്രോസിക്യൂഷൻ അനുമതി നൽകിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം നേരിടേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി മുന്നറിയിപ്പ്. അറസ്റ്റ് അടക്കമുള്ള നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനെയും കേസിൽ കക്ഷി ചേർത്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനെയാണ് ഇക്കുറി സതീശൻ പറപ്പിക്കുന്നത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കോടികളുടെ തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി തിങ്കളാഴ്ച നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ അടയിരുന്ന ഫയലിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അതിവേഗത്തിൽ തീരുമാനമെടുത്തത്. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ കാര്യം സർക്കാർ ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിക്കും. തിങ്കളാഴ്ച വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകും. അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ കർശന നിലപാടാണ് ഫയൽ വേഗത്തിൽ നീങ്ങാൻ കാരണമായത്. ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രി വിവരം ധരിപ്പിച്ചു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കശുവണ്ടി മാവിൽ തന്നെ ഇരിക്കുമെന്നാണ് ചന്ദ്രശേഖരൻ വിശ്വസിച്ചിരുന്നത്. കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ആർ ചന്ദ്രശേഖരൻ, ഖാദി ബോർഡ് മുൻ സെക്രട്ടറി ഡോക്ടർ KA രതീഷ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരാണ് പ്രതിപട്ടികയിലുള്ളത്. മുമ്പ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ പലവട്ടം ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നേരിട്ട് തടയുകയായിരുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹൈക്കോടതി മുതിർന്ന IAS ഉദ്യോഗസ്ഥനെതിരെ കടുത്ത വിമർശനങ്ങളിലേക്ക് കടന്നതോടെയാണ് വി ഡി സതീശൻ പഴയ പിഴവുകൾ തിരുത്തി അടിയന്തര നടപടിക്ക് മുതിർന്നത്. മുൻ ഇടതു ഭരണകാലത്ത് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് ഹനീഷ് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന ശക്തമായ നിലപാടായിരുന്നു ഫയലിൽ സ്വീകരിച്ചിരുന്നത്. അഴിമതി വ്യക്തമാണെന്നും വിചാരണ തടയുന്നത് നിയമപരമായി തിരിച്ചടിയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്നത്തെ വ്യവസായ മന്ത്രി P രാജീവും ഈ നിലപാടിനെ പിന്തുണച്ചു. മന്ത്രി P രാജീവിന്റെ നിർദ്ദേശങ്ങൾക്ക് പിണറായി വിജയൻ വഴങ്ങിയില്ല. രാഷ്ട്രീയ അടിയൊഴുക്കുകളുടെ ഭാഗമായി CPM പാർട്ടി സെക്രട്ടേറിയറ്റ് ഇടപെട്ട് മുഖ്യമന്ത്രിയുടെയും സെക്രട്ടറിയുടെയും ആവശ്യം തള്ളുകയായിരുന്നു. ഇതേ മുഹമ്മദ് ഹനീഷിനെയാണ് ഇപ്പോൾ ഹൈക്കോടതി വിളിപ്പിച്ചത്. അതായത് ഹനീഷ് മുഹമ്മദ് തിങ്കളാഴ്ച കോടതിയിലെത്തി തത്ത പറയുന്നത് പോലെ പറയും. കോൺഗ്രസ് അനുകൂല തൊഴിലാളി സംഘടനയുടെ നേതാവായ ആർ ചന്ദ്രശേഖരനെ കേസിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ചില വിട്ടുവീഴ്ചകൾക്കാണ് ഒന്നാം പിണറായി സർക്കാർ ശ്രമിച്ചതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശരിവയ്ക്കപ്പെടുന്നത്. കോർപ്പറേഷന്റെ തോട്ടണ്ടി ഇറക്കുമതിയിൽ കോടികളുടെ അഴിമതിയും ക്രമക്കേടും നടന്നതായി വിജിലൻസും CBIയും ഒരുപോലെ കണ്ടെത്തിയിട്ടും ഭരണകൂടം വിചാരണയ്ക്കുള്ള അനുമതി നൽകാതെ നീട്ടിക്കൊണ്ടുപോയി. കടകംപള്ളി മനോജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദീർഘകാലമായി നടക്കുന്ന ഈ നിയമ പോരാട്ടത്തിൽ ചുവപ്പ് നാട തന്നെയാണ് പ്രതികൾക്ക് രക്ഷാകവചം ഒരുക്കിയത്. എന്നാൽ പ്രോസിക്യൂഷൻ അനുമതി ഇനിയും വൈകുന്നതിനെതിരെ ഹൈക്കോടതി ജസ്റ്റിസ് കെ ബദറുദ്ദീൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത അതൃപ്തിയും രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. കോടതിയുടെ ഈ കർശന നിലപാടോടെയാണ് UDF സർക്കാർ കൂടുതൽ നിയമക്കുരുക്കുകളിലേക്ക് പോകാതെ വിഷയം വേഗത്തിൽ തീർപ്പാക്കാൻ തീരുമാനിച്ചത്. വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു സമർപ്പിച്ച പുതിയ റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബജറ്റ് തയ്യാറെടുപ്പുകളുടെ തിരക്കുകൾക്കിടയിലും അതിവേഗം അനുമതി നൽകുകയായിരുന്നു. സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായ INTUC നേതാവിനെതിരെ തന്നെ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള വി ഡി സതീശന്റെ നീക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടാനും ഈ നാടകീയ നീക്കത്തിലൂടെ പുതിയ UDF സർക്കാരിന് സാധിക്കും. സ്വന്തം നേതാവിനെ കോടതിക്ക് മുന്നിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഈ ട്വിസ്റ്റ് കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കാം. കോർപ്പറേഷനിലേക്ക് ഗുണനിലവാരമില്ലാത്ത തോട്ടണ്ടി ഉയർന്ന വിലയ്ക്ക് ഇറക്കുമതി ചെയ്തത് വഴി പൊതുഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തിയെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയും കണ്ടെത്തൽ. ഉദ്യോഗസ്ഥരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള യൂണിയൻ നേതാക്കളും ഒത്തുകളിച്ചാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമാക്കി
വ്യക്തമാക്കുന്നതായിരുന്നു ആദ്യഘട്ട റിപ്പോർട്ടുകൾ. വിചാരണ നടപടികളിലേക്ക് കടക്കാൻ ഭരണകൂടത്തിന്റെ അനുമതി പത്രം അത്യാവശ്യമായതിനാൽ മാത്രമാണ് ഇതുവരെ കേസിലെ കുറ്റപത്രം കോടതിക്ക് മുന്നിൽ പൂർണ്ണ രൂപത്തിൽ എത്താതിരുന്നത്. തിങ്കളാഴ്ച കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ സർക്കാരിന്റെ ഈ സുപ്രധാന തീരുമാനം ഔദ്യോഗികമായി കോടതിയെ ബോധിപ്പിക്കും. ഇതോടെ 10 വർഷമായി ഇഴഞ്ഞു നീങ്ങിയ കേസിന്റെ വിചാരണ നടപടികൾക്ക് അതിവേഗം വേഗതയേറും. പ്രതികൾക്ക് കോടതിയെ സമീപിച്ച് വിചാരണ തടയാനുള്ള നിയമപരമായ വഴികൾ അടയുന്നതോടെ കേസ് നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇടത് സർക്കാർ രാഷ്ട്രീയ കാരണങ്ങളാൽ സംരക്ഷിച്ച അഴിമതി കേസ് വലത് സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ സ്വന്തം ആളാണെന്ന് നോക്കാതെ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുന്നു എന്നത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു കീഴ്വഴക്കത്തിന് കാരണമാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ച രാഷ്ട്രീയ അതിബുദ്ധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ വി.ഡി. സതീശൻ തിരുത്തി കുറിക്കുന്നത്. സംസ്ഥാന കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റിനാണ് 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ കൃപാകടാക്ഷമുണ്ടായത്. ഇടതുമുന്നണി സർക്കാരിൽ നിന്ന് ഇതുപോലൊരു അനുഗ്രഹം മുമ്പ് ഒരു കോൺഗ്രസ് നേതാവിന് ലഭിച്ചിട്ടില്ലെന്നാണ് മാലോകർ പറയുന്നത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രതിയായിരുന്നു R. ചന്ദ്രശേഖരൻ. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBI തീരുമാനിച്ചു. സർക്കാരാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടത്. എന്നാൽ CBIയുമായി ഇടം തിരിഞ്ഞു നിൽക്കുന്ന പിണറായി പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചു. ചന്ദ്രശേഖരന് പുറമെയാണ് അഴിമതി കേസിൽ പ്രതിയായ കമ്പനി മുൻ MD രതീഷിനും CBI പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത്. തെളിവുകളുടെ അഭാവത്തിൽ പ്രോസിക്യൂഷൻ അനുമതിയില്ലെന്നാണ് വ്യവസായ വകുപ്പ് CBIക്ക് നൽകിയ മറുപടി. 500 കോടിയിലേറെ അഴിമതി നടന്നുവെന്ന ഹർജിയിൽ ഹൈക്കോടതിയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അടഞ്ഞുകിടക്കുകയായിരുന്ന കോർപ്പറേഷൻ ഫാക്ടറികൾ തുറക്കാൻ 2015 ഓണക്കാലത്ത് സർക്കാർ നൽകിയ 30 കോടി വിനിയോഗിച്ച് തോട്ടണ്ടി വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയത്. തോട്ടണ്ടി ഇറക്കുമതിയിൽ 6 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന പരാതിയിലാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരുന്നത്. കോർപ്പറേഷൻ മുൻ ചെയർമാൻ R. ചന്ദ്രശേഖരൻ ഉൾപ്പെടെ 4 പേരെ പ്രതികളാക്കിയായിരുന്നു വിജിലൻസ് കേസെടുത്തിരുന്നത്. തോട്ടണ്ടി ഇറക്കിയ JMJ ട്രേഡേഴ്സ് ഉടമ ജെയ്മോൻ ജോസഫ്, ക്വാളിറ്റി ടെസ്റ്റ് നടത്തിയ ഏജൻസിയുടെ കൊല്ലം മാനേജർ S. ഭുവനചന്ദ്രൻ എന്നിവരായിരുന്നു 3ഉം 4ഉം പ്രതികൾ. 2015 ഓണത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ R. ചന്ദ്രശേഖരൻ നിരാഹാരം കിടന്നതിനെ തുടർന്ന് 30 കോടി രൂപ കോർപ്പറേഷന് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിൽ നിന്ന് 23.4 കോടിക്ക് 2000 ടൺ തോട്ടണ്ടിയാണ് ഇറക്കുമതി ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് INTUC നേതാവ് നിരാഹാരം കിടന്നത്. ഗ്രൂപ്പുകാരനായ ചന്ദ്രശേഖരന്റെ നടപടിയിൽ അന്നേ ഉമ്മൻചാണ്ടി കലിച്ചിരുന്നു. തോട്ടണ്ടി ഇടപാടിൽ 5 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് കാട്ടി പൊതുപ്രവർത്തകനായ കടകംപള്ളി മനോജ് അന്നത്തെ വിജിലൻസ് ഡയറക്ടർ വിൻസൻ M. പോളിന് പരാതി നൽകിയിരുന്നു. തുടർന്ന് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്താൻ കൊല്ലം വിജിലൻസ് DYSP രാധാകൃഷ്ണപിള്ളയെ ചുമതലപ്പെടുത്തി. അത് UDF സർക്കാരിന്റെ കാലത്തായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തി. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ കിലോയ്ക്ക് 103 മുതൽ 107 രൂപ നിരക്കിൽ തോട്ടണ്ടി വാങ്ങിയപ്പോൾ കോർപ്പറേഷൻ 117 രൂപയാണ് കിലോയ്ക്ക് നൽകിയത്. 2000 ടൺ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ 2,86,00,000 നഷ്ടമുണ്ടെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്.